അടുത്തിടെയായിട്ട് നിരവധി കിടിലൻ സ്മാർട്ട് ഫോണുകളാണ് പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരൊറ്റ കുഴപ്പം മാത്രം, തുരുതുരെ സ്മാർട്ട് ഫോണുകൾ ഇറക്കുന്നു. മാത്രമല്ല അതിൻ്റെ നെയിമിംഗ് സിസ്റ്റം ടോട്ടലി കൺഫ്യൂസിംഗ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിന്ന് പരിശോധിക്കുന്നത് മോട്ടോ G42 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. G42 ഉണ്ട്, G സീരീസ് തന്നെ എത്ര ഫോൺ ഇറക്കി, G72 എൻ്റെ ഓർമ്മ ശരിയാണ്, അല്ല എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, G72, G52, G32, അതിൽ 31, 41 ഇങ്ങനെ ചെറിയ ചെറിയ പേരിൻ്റെ വ്യത്യാസത്തിൽ ചെറിയ ചെറിയ സ്പെസിഫിക്കേഷൻ വ്യത്യാസത്തിലാണ് കൂടുതൽ ഫോണുകളും മോട്ടോകൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തിനായാലും ഫോണുകൾ അടിപൊളിയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. അത്തരത്തിൽ ആ ഒരു G സീരീസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു 20,000 താഴെയുള്ള പ്രൈസ് റേഞ്ചിലാണ് മോട്ടോറോള പുറത്തിറക്കുന്നത്. അത്തരത്തിൽ G സീരീസിൽ ഒരു സ്മാർട്ട് ഫോൺ കൂടി ഇതേ മോട്ടോറോള ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നു, മോട്ടോ G42. നമുക്ക് അൺബോക്സ് ചെയ്യാം മോട്ടോ G42. അപ്പോൾ ഈ ഒരു ബോക്സ് കുറച്ചുകൂടി ഒരു ഡീസൻറ്റ് ബോക്സാണ്. സാധാരണ ഈ സീരീസ് അത് കുറച്ചുകൂടെ 10,000 താഴെ വരുന്ന പ്രൈസ് റേഞ്ച് വരുന്ന മോട്ടോ ഫോണുകളാണ് മോട്ടോ E സീരീസ്. അതിൽ നിന്നും G സീരീസിലെ ഈ ഒരു ഫോൺ വരുന്ന ബോക്സ് കുറച്ചും കൂടെ ഒരു ക്വാളിറ്റി ബോക്സിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതായിരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ. അതിനകത്തേക്ക് വരാം. കൂടാതെ ഇതിനകത്ത് ഒരു പേപ്പർ ബോക്സിനകത്ത് സിം ഇജക്ടർ പിൻ, അതുപോലെ യൂസർ മാനുവൽ വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ, ഇതുപോലെ ഒരു 20 വാട്ടിൻ്റെ ചാർജർ. ഇവിടെ 20 വാട്ടെന്ന് വലുതായിട്ട് 20 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ചാർജിങ്ങിനായിട്ട് USB Type-C ചാർജിങ് കേബിൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫോണിനോടൊപ്പം ഇതിൻ്റെ ഒരു കേസ് കൂടി വന്നിട്ടുണ്ട്. ആ കേസ് പ്രീ അപ്ലൈഡ് ആയിട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് സാധാരണ മോട്ടോറോള ഫോണുകൾ അങ്ങനെയാണ്. അതുപോലെ ഡിസ്പ്ലേയുടെ പുറത്തുണ്ടല്ലേ നല്ലൊരു പ്രൊട്ടക്ഷൻ ഫിലിം ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് ഒഴിവാക്കാം. യെസ്, ഈ ബാക്ക് കേസ് ഊരി മാറ്റട്ടെ. അടിപൊളി, നല്ല രസമുണ്ട്. എടുത്ത് പറയാനൊന്നുമില്ല. മോട്ടോറോളയുടെ ഫോണുകളെല്ലാം ഇപ്പോൾ അടുത്തിടെ വരുന്ന ഫോണുകളെല്ലാം ഒന്നിനൊന്നും മെച്ചമാണ്. കാണാൻ ഏകദേശം എല്ലാവർക്കും ഒരുപോലെ, ഈ പേരിൻ്റെ സാമ്യം പോലെ തന്നെയാണ് ഫോണുകളും ഏകദേശം ഒരേപോലെയാണ് ആ കാണാനുള്ള ലുക്കിലൊക്കെ. ഇവിടെയും കാര്യങ്ങൾ മറിച്ചല്ല, കാണാൻ നല്ല രസമുണ്ട്. ബാക്കിൽ 3 ക്യാമറകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് പോളി മീഥൈൽ മെത്ത അക്രിലേറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് PMMA എന്ന് ഷോർട്ടായിട്ട് പറയും. ഒന്നുമില്ല, പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഒരു ടൈപ്പാണ്. എന്തായാലും ഗ്ലാസ് അല്ല, PMMA മെറ്റീരിയലാണ്. പക്ഷേ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബാക്കിൽ. പക്ഷേ കുറച്ച് ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് ആണെന്ന് തോന്നുന്നത്. നമ്മൾ കൈയൊക്കെ വെച്ചിങ്ങനെ ഉരയ്ക്കുമ്പോൾ തന്നെ അതിനകത്ത് ഒരു ഫിംഗർ പ്രിൻറ്റ് നല്ല രീതിയിൽ ഇതിലേക്ക് പതിയുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിൽ 3 ക്യാമറ, ഇവിടെ ഒരു LED ഫ്ലാഷ് ലൈറ്റ് കാണാം. മോട്ടോറോളയുടെ ലോഗോ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മോട്ടോറോള എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വെയിറ്റ് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആണ്. വെറും 174 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. അതുപോലെ ഫോണിൻ്റെ തിക്നെസ്സും അധികമൊന്നും പറയാനില്ല, 8.26 മില്ലിമീറ്റർ മാത്രമാണ് ഇതിൻ്റെ ഒരു തിക്നെസ്. അതുപോലെ ഇതിൻ്റെ വലത്തെ സൈഡിൽ നോക്കിയ പവർ ബട്ടൺ ഇവിടെ ഈ ഒരു സൈഡിലേക്ക് കൊടുത്തിരിക്കുന്നു. സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് ഫിംഗർ പ്രിൻറ്റും കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ വോളിയം റോക്കസ് കുറച്ചുകൂടി സാധാരണ മോട്ടോറോള ഫോണുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ച് അതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്. വളരെ കുഞ്ഞ് 2 വോളിയം റോക്കേഴ്സ് ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ ഇതുപോലെ സ്പീക്കർ ഗ്രില്ല്, USB Type-C ചാർജിംഗ് പോർട്ട്, മൈക്രോഫോൺ. ഇടതുവശത്താണ് സിം ട്രേ ഇതുപോലെ കൊടുത്തിരിക്കുന്നത്. മുകളിൽ എന്തായാലും 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്, വലിയ കാര്യം. അതുപോലെ ഇവിടെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും നൽകിയിട്ടുണ്ട്. ഓർക്ക് ഇതൊരു സ്റ്റീരിയോ സ്പീക്കർ ഉള്ള സ്മാർട്ട് ഫോണാണ് എന്നുള്ളതും പ്രത്യേകതയാണ്. എന്ത് തന്നെയായാലും നമുക്കിനി ഈ ഒരു സ്മാർട്ട് ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് എഴുതി കാണിക്കുന്നു. മോട്ടോറോളയുടെ ലോഗോയും നമുക്കിവിടെ കാണാം. ഫോണിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMO LED ഡിസ്പ്ലേ ആണ്. പക്ഷേ ഹയർ റിഫ്രഷ് റേറ്റ് ഒന്നുമില്ല, 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. കാരണം ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് കൂടി നമ്മൾ അതിനകത്ത് നോക്കി കാണണം. അപ്പോൾ എന്തായാലും 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല 409 pp ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പിക്സൽ പെർ ഇഞ്ച്. എന്തിനായാലും മനോഹരമായിട്ടുള്ള, സാധാരണ മോട്ടോറോള ഫോണുകളിൽ ഉള്ളതുപോലെ തന്നെ മനോഹരമായിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഇതിൻ്റെയൊക്കെ കുറച്ചുകൂടെ ഹയർ വേരിയൻറ്റുകളിൽ മോട്ടോറോള POLED ഡിസ്പ്ലേ ഒക്കെ കൊടുത്ത് കാണാറുണ്ട്. പക്ഷേ ഇവിടെ പ്രൈസ് കുറയ്ക്കുന്നതിന് AMO LED, ഈ പ്രൈസ് റേഞ്ചിൽ AMO LED കൊടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയും വലിയ കാര്യമായിട്ട് തന്നെ എടുത്തു പറയുന്നു. അതുപോലെ മറ്റൊരു കാര്യം, ഈ ഒരു ഫ്രണ്ട് ക്യാമറ പഞ്ച് ഹോളിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയട്ടെ. എന്ത് തന്നെയായാലും നല്ല ഡിസ്പ്ലേ. പക്ഷേ ഞാൻ ഈ പെട്ടെന്ന് ഈ ഒരു ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കുന്ന സമയത്ത് കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഈ ചിഹ്നം എന്നറിയപ്പെടുന്ന ഈ താഴത്തെ ഭാഗം ഒരു ശക്കലം എപ്പോൾ ആവറേജ് സൈസ് പോലൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അതർവൈസ് മനോഹരമായിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിലും മോട്ടോറോള നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ആൻഡ്രോയിഡിൻ്റെ ഈ പറഞ്ഞതുപോലെ നിലവിലുള്ള ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 12 ആണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതും വലിയ കാര്യമാണ്. അത് മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോൺ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, മോട്ടോറോള ഫോണുകളെ അറിയുന്നവർക്ക് അറിയാം. മോട്ടോറോള ഫോണിനകത്ത് ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് തന്നെ നൽകുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻ നോക്കി അധികം ബ്ലോട്ട്വെയർസുകളൊന്നുമില്ല, അധികം നല്ല ബ്ലോട്ട്വെയർസുകൾ ഇല്ല. ഗൂഗിളിൻ്റേതായിട്ടുള്ള വളരെ കുറച്ച് ആപ്ലിക്കേഷനുകളും മോട്ടോറോളയുടേതായിട്ടുള്ളൊരു 1-2 ആപ്ലിക്കേഷൻ ഒഴിച്ച് നിർത്തിയാൽ
ഒരുപാട് ബ്ലോട്ട്വെയർസ് ഒന്നുമില്ല. പിന്നെ ഇതിനകത്ത് ഫേസ്ബുക്ക് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് അഡീഷണൽ. പുറത്തുനിന്നുള്ളൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫേസ്ബുക്ക് മാത്രമാണ്. വേറെ അല്ലാതെ സാധാരണ നമ്മൾ മറ്റ് പല ചൈനീസ് ബ്രാൻഡിൻ്റെ ഫോണുകളൊക്കെ വാങ്ങുമ്പോൾ നമുക്കറിയാം നിരവധി അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് കുത്തി നിറച്ച് വരാറുണ്ട്. അതൊന്നും എന്തായാലും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടില്ല എന്നുള്ളതും എടുത്ത് പറയുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെയുള്ള ഗുണം വെച്ച് കഴിഞ്ഞാൽ വളരെ ക്ലീൻ ആയിരിക്കും യൂസർ ഇൻ്റർഫേസ്. അനാവശ്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരലുകളോ നമ്മളെ ബുദ്ധിമുട്ടിക്കലുകളോ ഒന്നുമില്ല. ക്ലീൻ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ഈ ഫോണിൽ മോട്ടോറോള നൽകിയിട്ടുണ്ട്. അതുപോലെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ പവർ ബട്ടണിലാണ്. അതിപ്പോൾ ഞാനിവിടെ എൻറോൾ ചെയ്യുകയാണ്. നല്ല ഫാസ്റ്റാണ്. എൻറോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, നല്ലൊരു റെസ്പോൺസ് നമുക്ക് ആ ഒരു ഫിംഗർ പ്രിൻറ്റ് നൽകുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5 നൽകിയിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഡുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ IP52 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. വാട്ടർ റിപ്പല്ലൻ്റ് ഡിസൈൻ, അതായത് വെള്ളത്തുള്ളികളൊക്കെ വീണാൽ ചേമ്പലയിലൊക്കെ വീഴുന്ന പോലെ തെറിച്ച് പോകുന്ന തരത്തിലുള്ളൊരു വാട്ടർ റിപ്പല്ലൻ്റ് ഡിസൈനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. സത്യസന്ധമായിട്ട് പറയട്ടെ, നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ട് തന്നെ കൊടുത്തിരിക്കുന്നു. സാധാരണ നേരത്തേക്ക് മോട്ടോറോള ഒരു 20,000 പുറത്തുള്ള പല ഫോണുകളിലും സ്റ്റീരിയോ സ്പീക്കർ കൊടുത്ത് കണ്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് നല്ല പ്രൈസ് കുറവിൽ ലഭിക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഇത്, മോട്ടോ G42. അതിൽ പോലും സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. വെറും സ്റ്റീരിയോ സ്പീക്കർ അല്ല, നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നാൽ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 680 എന്ന 4G പ്രോസറാണ് നൽകിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ 4G ഫോണാണ്. അതുപോലെ 4GB റാം ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്, LPDDR4X റാം. കൂടാതെ 64GB ഇന്റൽ മെമ്മറിയും അതുപോലെ 128GB ഇന്റൽ മെമ്മറി വേരിയൻ്റ് ഉണ്ട്. അങ്ങനെ 2 വേരിയൻ്റ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ 4GB 64, 4GB 128. ഇതിൻ്റെ ഇന്റൽ മെമ്മറി വന്നിട്ട് UMCP എന്ന് പറയുന്ന സ്റ്റോറേജ് ടൈപ്പാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിനകത്ത് 1TB വരെയുള്ള എക്സ്റ്റേണൽ മെമ്മറി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഫോണിനകത്ത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. ഒരേ സമയം 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും ഇടാൻ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും സാധിക്കും. ഫോണിന്റെ ബാക്ക് സൈഡിൽ 50 മെഗാ പിക്സലിൽ ഒരു പ്രൈമറി ക്യാമറ, 8 മെഗാ പിക്സലിൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 2 മെഗാ പിക്സലിൽ ഒരു മാക്രോ സെൻസർ എന്നീ 3 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ മനോഹരങ്ങളായിട്ടുള്ള സെൽഫി ഫോട്ടോകളൊക്കെ എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ പഞ്ച് ഹോളിൽ 16 മെഗാ പിക്സലിൽ ഒരു സെൽഫി സെൻസറും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ഫുൾ HD 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ 4K വീഡിയോ റെസൊല്യൂഷൻ സപ്പോർട്ട് ഫോണിന്റെ ക്യാമറയിൽ നൽകിയിട്ടില്ല. അത് ഒരുപക്ഷെ ഇതിന്റെ പ്രോസസർ സപ്പോർട്ട് ചെയ്യാത്തതായിരിക്കാം, അത് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. എന്തിനാലും 4K സപ്പോർട്ട് ഈ ഒരു ഫോണിൽ ഇല്ല. അടുത്തായിട്ട് ഫോണിന്റെ ബാറ്ററി സൈഡിലേക്ക് വന്നാൽ 5000 mAh ബാറ്ററി നൽകിയിട്ടുണ്ട്. മാത്രമല്ല ചാർജിന് 20 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ നൽകിയിട്ടുണ്ട്. പക്ഷേ വളരെ കുഞ്ഞൊരു ചാർജറാണ് ഇതിനോടൊപ്പം നൽകിയിരിക്കുന്നത്. ഞാൻ ആദ്യം കാണിച്ചില്ലേ, സാധാരണ ഇന്ന് വരുന്ന മിക്ക സ്മാർട്ട് ഫോണുകളിലെയും ചാർജർ വളരെ വലിയൊരു ബ്രിക്ക് പോലെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വളരെ കുഞ്ഞ് സൈസ്, കോമ്പാക്ട്. ഈ ഒരു ഫോണിന് 30 മണിക്കൂറിലധികമുള്ള ബാറ്ററി ബാക്കപ്പ് ആണ് മോട്ടോറോള അവകാശപ്പെടുന്നത്. 30 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഏകദേശം 1.5 ദിവസത്തിലധികമുള്ള ബാറ്ററി ബാക്കപ്പ് അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫോണാണ്, അനാവശ്യ ആപ്ലിക്കേഷൻ ഒരുപാടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ബാറ്ററി പെട്ടെന്നൊന്നും ഡ്രെയിൻ ആവാനുള്ള സാധ്യതയില്ല. മോട്ടോറോള ഫോണുകളുടെ ഒരു പ്രത്യേകതയും അത് തന്നെയാണ്. അറ്റ്ലാന്റിക് ഗ്രീൻ, മെറ്റാലിക് റോസ് എന്നീ 2 നിറങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമാവുക. നമ്മളിവിടെ പരിശോധിക്കുന്നത് അറ്റ്ലാന്റിക് ഗ്രീൻ എന്ന കളർ വേരിയൻ്റ് ആണ്. അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. അപ്പോൾ പ്രൈസിംഗ് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ മോട്ടോറോള പുറത്തിറക്കിയ മോട്ടോ G52 എന്ന സ്മാർട്ട് ഫോൺ ഉണ്ട്. ആ ഒരു സ്മാർട്ട് ഫോണും ഇതും സെയിം പ്രോസറുമായിട്ട് തന്നെയാണ് വരുന്നത്, സ്നാപ്ഡ്രാഗൺ 680. അപ്പോൾ G52 പ്രത്യേകത അവിടെ POLED ഡിസ്പ്ലേ ആയിരുന്നു വിത്ത് 90 Hz റിഫ്രഷ് റേറ്റ്. ഇവിടെ POLED അല്ല, കുറച്ചുകൂടെ കുറഞ്ഞു നിൽക്കുന്ന AMOLED വിത്ത് 60 Hz. ഇങ്ങനെ ചെറിയ വ്യത്യാസങ്ങളെ G52 ഈ ഒരു സ്മാർട്ട് ഫോണും തമ്മിലുള്ളൂ. ഡിസ്പ്ലേ പ്രോസറെല്ലാം ഏകദേശം സെയിം ആണ്. അപ്പോൾ G52 ഈ ഒരു G42-നേക്കാൾ അല്പം കൂടി മുന്നിൽ നിൽക്കുകയാണ് എന്ന് പറയാം. അപ്പോൾ ആ ഒരു G52-ന് മോട്ടോറോള നൽകിയിരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 14,500 രൂപയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന് ഇപ്പോൾ നിലവിൽ എനിക്കിതിൻ്റെ പ്രൈസ് അറിവായിട്ടില്ല, കാരണം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എന്ത് തന്നെയായാലും 14,500 താഴെയായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വില എന്ന് നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ അനുമാനിക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പുണ്ട്, മോട്ടോറോള അഗ്രസീവായിട്ടുള്ള പ്രൈസിലായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിനെയും ഇന്ത്യയിൽ അവതരിപ്പിക്കുക. കാരണം നമ്മൾ ഈ അടുത്തിടെ അണ്ടർ 10,000, അണ്ടർ 15,000, അണ്ടർ 20,000 ഇങ്ങനെ മികച്ച സ്മാർട്ട് ഫോണുകൾ തിരഞ്ഞെടുത്തപ്പോൾ ആ ഓരോ പ്രൈസ് കാറ്റഗറിയിലും വളരെ മികച്ച സ്മാർട്ട് ഫോണുകളായിട്ട് ഓരോ മോട്ടോറോള സ്മാർട്ട് ഫോൺ ഇടം പിടിക്കുന്നുണ്ട്. അത്തരത്തിൽ മോട്ടോ G42 ഒരു മികച്ച പ്രൈസിങ്ങിൽ പുറത്തിറക്കും. പക്ഷേ എനിക്ക് ഈ ഒരു ഫോണിനകത്ത് ഒരു കുറവേ ഉള്ളൂ, കാരണം ഇതൊരു 4G സ്മാർട്ട് ഫോണാണ്. ഇതൊരു 5G സ്മാർട്ട് ഫോണായിട്ട് ഇറക്കാമായിരുന്നു തോന്നി. കാരണം ഉടൻ തന്നെ ഇന്ത്യയിൽ 5Gയുടെ ഓപ്ഷനൊക്കെ നടക്കാൻ പോവുകയാണ്. ഉടൻ തന്നെ ഒരു പക്ഷേ ഇന്ത്യയിൽ 5G എത്തിയേക്കാം. അപ്പോൾ 4G സ്മാർട്ട് ഫോൺ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്തൊരു കുറവ്. അതർവൈസ് ഫൈൻ.